Good morning. Welcome to Axonus Learning Online Classes. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2025 ഏപ്രിൽ ബാച്ചിലുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ഇംഗ്ലീഷിൻ്റെ സബ്ജക്റ്റ് കോഡ് അറിയാം അല്ലേ. 302 ആണ് ഇംഗ്ലീഷിൻ്റെ സബ്ജക്റ്റ് കോഡ് വരുന്നത്. ഇനി എക്സാമിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്തായിട്ടുണ്ട്, രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് എ ആൻഡ് പാർട്ട് ബി എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാർട്ട് എയിൽ മിക്കതും എന്താണ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത്. പാർട്ട് എയിൽ എന്തുണ്ട്, 5 സെക്ഷൻസ് നമുക്ക് കവർ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് സെക്ഷൻ വരുന്നത് പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ആണ് എന്ന് പറയുമ്പോൾ നമ്മളുടെ സിലബസിലുള്ള ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആ ഒരു സെക്ഷനിൽ വരുന്നത്. ദെൻ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് എന്ന് പറയുന്ന പോർഷനാണ്. ജനറൽ ആയിട്ടുള്ള ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആ ഒരു സെക്ഷനിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ദെൻ തേർഡ് സെക്ഷൻ എന്ന് പറയുന്നത് ഗ്രാമറാണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെയുള്ള ഗ്രാമർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റും. ദെൻ പിന്നെ വരുന്നത് ഫങ്ഷണൽ റേറ്റിംഗ് സ്കിൽസ് എന്ന് പറയുന്ന ഒരു പോർഷനാണ്. ദെൻ ലാസ്റ്റ് 5ാമത്തെ പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷണൽ മൊഡ്യൂളാണ്. അപ്പോൾ പാർട്ട് എയിൽ ഇത്രയും പോർഷനാണ് കവർ ചെയ്യുന്നത്. ഇതേപോലെ തന്നെയാണ്, ഇതേ സെയിം പോർഷൻ തന്നെയാണ് പാർട്ട് ബിയിലും വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും, കുറച്ചുകൂടെ സബ്ജക്റ്റീവായിട്ട് കുറച്ചുകൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്ന് മാത്രമാണ്. സോ ബേസിക്കലി പറയുകയാണെങ്കിൽ പാർട്ട് എ ആൻഡ് പാർട്ട് ബി എന്ന് പറഞ്ഞിട്ട് 2 സെക്ഷനായിട്ടാണ് ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. സോ നമുക്ക് ആദ്യം ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. ഇതിൽ പാർട്ട് എയിലെ സെക്ഷൻ എ എന്ന് പറയുന്നത് എന്താണ്, പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ആണ്. അതായത് നമ്മുടെ സിലബസിലുള്ള ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചൂസ് ദി കറക്റ്റ് ആൾട്ടർനേറ്റീവ്സ് എന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. എന്താണ്, ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതിനെന്തുണ്ട്, നമുക്ക് ചോയ്സ് അല്ലെങ്കിൽ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. കറക്റ്റ് ഓപ്ഷൻ ഏതാണ് അത് പിക്ക് ചെയ്തിട്ട് ആൻസർ ആയിട്ട് എഴുതാനാണ് പറയുന്നത്. What do the villagers do when they find out about the mother's predicament? Predicament എന്ന് പറയുമ്പോൾ എന്താണ്, അവരുടെ ഒരു ദുരവസ്ഥ അല്ലേ. What do the villagers do? എന്താണ് വില്ലേജേഴ്സ് ചെയ്തത്? When they find out about the mother's predicament, എന്താണ്, അമ്മയുടെ ആ ഒരു കഷ്ടപ്പാട് നിറഞ്ഞ ഒരു അവസ്ഥ കണ്ടപ്പോൾ വില്ലേജേഴ്സ് എങ്ങനെയാണ് റിയാക്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഏതാണ് ചാപ്റ്റർ എന്നുള്ളത് മനസ്സിലാവണം. ഇവിടെ എന്താണ്, നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയനിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. കുറച്ച് ഓപ്ഷൻസ് നമുക്ക് അവിടെ വരുന്നുണ്ട്. ദേ ലീവ് ഹെർ എലോൺ, എന്താണ്, ഒറ്റയ്ക്ക് വിട്ടു എന്നുള്ളതാണ്. ദേ കം ടു ഹെൽപ്പ് ഹെർ വിത്ത് സൂപ്പർസ്റ്റിഷ്യൻസ് ആൻഡ് റിച്വൽസ്, എന്താണ്, അവരെല്ലാവരും തന്നെ അമ്മയെ സഹായിക്കാനായിട്ട് ഓടിയെത്തി വിത്ത് സൂപ്പർസ്റ്റിഷ്യൻസ് എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസങ്ങളാണ്. ആൻഡ് റിച്വൽസ്, അവരുടെ ആചാരങ്ങളും ഒക്കെ ആയിട്ട് അവരമ്മയെ സഹായിക്കാൻ വേണ്ടി എത്തി. ദെൻ ദേ കോൾ എ ഡോക്ടർ ഇമ്മീഡിയറ്റ്ലി, അവരുടനെ തന്നെ ഒരു ഡോക്ടറെ കോണ്ടാക്ട് ചെയ്തു. അല്ലെങ്കിൽ ദേ ലോഫ് അറ്റ് ഹർ, അവരെന്താണ്, അമ്മയെ നോക്കി ചിരിച്ചു എന്നുള്ളതാണ്, അമ്മയെ കളിയാക്കി ചിരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കറക്റ്റ് ആൻസർ ഏതാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ദേ കം ടു ഹെൽപ്പ് ഹർ വിത്ത് സൂപ്പർസ്റ്റിഷ്യൻസ് ആൻഡ് റിച്വൽസ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ആൻസർ എഴുതി കഴിഞ്ഞാൽ നമുക്ക് 1 മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ക്വാളിറ്റി ഡസ് ദ പോയറ്റ് ഡിസയർ ഫോർ ദ വേൾഡ് ഇൻ ദ പോയം? നമ്മുടെ ഈ ഒരു വേൾഡിന് എങ്ങനെയുള്ള ഒരു ക്വാളിറ്റി വേണം എന്നാണ് പോയറ്റ് ഡിസയർ ചെയ്യുന്നത്, പോയറ്റ് ആഗ്രഹിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. പ്രോബബ്ലി എന്താണ്, രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയിട്ടുള്ള വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ എന്ന് പറയുന്ന പോയത്തിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അവിടെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. സൈലൻസ്, ഫിയർലെസ്നെസ്, വെൽത്ത് ആൻഡ് അംബീഷൻ എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. അവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയത് ഏതാണ്, ഫിയർലെസ്നെസ് അല്ലേ. നമുക്ക് ആരെയും പേടിക്കാണ്ട് എന്താണ്, ഒരു സെൽഫ് റെസ്പെക്റ്റോട് കൂടി ഡിഗ്നിറ്റിയോടുകൂടി ജീവിക്കാൻ പറ്റണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഫിയർലെസ്നെസ് എന്നുള്ള ക്വാളിറ്റിയാണ് ജനങ്ങളിൽ കാണാനായിട്ട് പോയറ്റ് ആഗ്രഹിക്കുന്നത് കേട്ടോ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യനും ഇതുപോലെ തന്നെയാണ്. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. വാട്ട് ഡസ് ദ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് സിംബലൈസ് ഇൻ ദ പോയം? 1 മാർക്കിൻ്റെ തന്നെ ചോദ്യങ്ങളാണ് കേട്ടോ. ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്, കമലാദാസ് എഴുതിയിട്ടുള്ള മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന് പറയുന്ന പോയത്തിൽ ആ വീട് എന്തിനെയാണ്
സിംബലൈസ് ചെയ്യുന്നത്? വീടെന്ന് പറയുന്നത് എന്തിൻ്റെ പ്രതീകമാണ്? ഇൻ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ദ ഹൗസ് സിംബലൈസസ് ചൈൽഡ്ഹുഡ് ലവ് ആൻഡ് സെക്യൂരിറ്റി. എന്താണ്? നമുക്ക് പലതിൻ്റെയും സിംബലായിട്ട് പറയാം അല്ലേ? ചെറുപ്പകാലത്ത് കിട്ടിക്കൊണ്ടിരുന്ന സ്നേഹത്തിൻ്റെ, ആ ഒരു കരുതലിൻ്റെ, സെക്യൂരിറ്റിയുടെ ഒക്കെ സിംബലായിട്ട് വരാം. അതുപോലെ തന്നെ എന്താണ്? കോൺട്രാസ്റ്റിംഗ് വിത്ത് ദ സ്പീക്കേഴ്സ് ലേറ്റർ ലോൺലിനെസ് ആൻഡ് എംപ്റ്റിനെസ്. ഇപ്പോൾ പ്രസന്റ് സിറ്റുവേഷനിൽ അവർ അനുഭവിക്കുന്ന ആ ഒരു ഒറ്റപ്പെടലിൻ്റെയും ഒരു ശൂന്യതയുടെ ഒക്കെ നേരെ ഓപ്പോസിറ്റ് ചൈൽഡ്ഹുഡിൽ കിട്ടിയ സ്നേഹത്തിൻ്റെയും സെക്യൂരിറ്റിയുടെ ഒക്കെ ഒരു സിമ്പിളാണെന്ത്? ആ ഒരു വീടെന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, വാട്ട് ഡു ദ ടു റോഡ് സിംബലൈസ് ഇൻ ദ പോയം? റോഡ് നോട്ട് ടേക്കൺ അല്ലേ? റോബർട്ട് ഫ്രോസ്റ്റ് എഴുതിയിട്ടുള്ള റോഡ് നോട്ട് ടേക്കൺ എന്ന് പറയുന്ന പോയത്തിൽ ആ രണ്ട് റോഡുകളും എന്തിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്? എന്താണ്? ഇൻ റോബർട്ട് ഫ്രോസ്റ്റ് ദ റോഡ് നോട്ട് ടേക്കൺ ദ ടു റോഡ് സിംബലൈസ് ലൈഫ് ചോയ്സസ്. നമ്മുടെ മുൻപിലേക്ക് പലപ്പോഴും എന്താണ്? പല ചോയ്സസും വരും. ആ ചോയ്സസിനെയാണ് ഈ റോഡ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഡിസിഷൻസ് വി ടേക്ക് ഇൻ ലൈഫ്. അതിലെന്താണ്? ഏതെങ്കിലും ഒരു റോഡ് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ നമുക്ക് ചൂസ് ചെയ്തേ മതിയോ. അപ്പോൾ നമ്മുടെ ഒരു ഡിസിഷനെയും അതുപോലെ തന്നെ നമ്മുടെ മുൻപിലേക്ക് വരുന്ന ചോയ്സിനെയും ഒക്കെയാണ് ഇവിടെ റോഡ് എന്ന് പറയുന്നത്. ആ റോഡിലൂടെ നമ്മൾ പോകുന്നതിനെ നമ്മുടെ ലൈഫിൻ്റെ ജേണി ആയിട്ടാണ് പോയിട്ട് കണക്ട് ചെയ്യുന്നത്. Next question, what does the phrase chasing after the broken dreams imply in the poem where the mind is without fear? Again Tagore ആണ് വന്നിരിക്കുന്നത്. Where the mind is without fear എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ chasing after the broken dreams എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? In where the mind is without fear, chasing after the broken dreams means wasting time on false hopes and unworthy goals instead of seeking truth and progress. അല്ലേ? നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ടും സത്യത്തിന് വേണ്ടിയിട്ടും ഒക്കെ എന്താണ് പരിശ്രമിക്കുന്നതിന് പകരം എന്താണ് അൺവർത്തി ഗോൾസിന് പുറകെ പോകുന്നതിനെയാണ് ചേസിങ് ആഫ്റ്റർ ദ ബ്രോക്കൺ ഡ്രീംസ് എന്നുള്ളതുകൊണ്ട് ടാഗോർ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇത്രയും നമ്മൾ പോയട്രിയാണ് നോക്കിയതെങ്കിൽ അടുത്തത് വരുന്നത്, റീഡ് ദ ടെക്സ്റ്റ് കെയർഫുള്ളി ആൻഡ് ഐഡന്റിഫൈ ദ ട്രൂ ആൻഡ് ഫാൾസ് സെന്റൻസസ്. 1 × 3 = 3. എന്താണ്? നമുക്കൊരു പാസേജ് തന്നിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ ഒരു പാസേജ് തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് തന്നിരിക്കുന്ന സെന്റൻസ് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്ത് എഴുതിയാൽ മാത്രം മതി. ഓരോ സ്റ്റേറ്റ്മെന്റിന്റെ ആൻസറിനും ഓരോ മാർക്ക് വെച്ച് 3 സ്റ്റേറ്റ്മെന്റിന് 3 മാർക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു പാസേജ് വരുന്നത് റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്ന സെക്ഷനിൽ നിന്നാണ്. The ultimate goal of all drug abuse treatment is to enable the patient to achieve lasting abstinence, but the immediate goals are to reduce drug use, improve the patient's ability to function, and minimize the medical and social costs of drug abuse. There are several type of drug abuse treatment programs. അപ്പം എന്താ പറയുന്നത്? നമ്മുടെ ഡ്രഗ് അബ്യൂസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ഡ്രഗ് അബ്യൂസ്. ഈ ഡ്രഗ് അബ്യൂസ് ട്രീറ്റ്മെൻറ്റിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ, ഏറ്റവും ലാസ്റ്റ് ഒരു എയിം എന്ന് പറയുന്നത് എന്താണ്? to enable the patient to achieve lasting abstinence forever. എന്നേക്കുമായിട്ട് എന്ത് ചെയ്യാണ്? ഈ ഡ്രഗ്സിൽ നിന്നൊരു മുക്തി നേടിക്കൊടുക്കുക, പേഷ്യൻറ്റിന് ഒരു മുക്തി നേടിക്കൊടുക്കുക എന്നുള്ളതാണ് ഈ ഡ്രഗ് അബ്യൂസ് ട്രീറ്റ്മെൻറ്റിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. എന്നാൽ ഇമ്മീഡിയറ്റ് ഗോൾസ് എന്തൊക്കെയാണ്? ടു റെഡ്യൂസ് ഡ്രഗ് യൂസ്. എന്താണ്? ഡ്രഗിൻ്റെ യൂസ് കുറച്ചു കൊണ്ടുവരിക, ഇംപ്രൂവ് ദ പേഷ്യൻസ് എബിലിറ്റി ടു ഫങ്ഷൻ. അതുപോലെ തന്നെ അവർക്ക് ഫങ്ഷൻ ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി, അവരുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള എബിലിറ്റി കൂട്ടിക്കൊണ്ടുവരിക. മിനിമൈസ് ദ മെഡിക്കൽ ആൻഡ് സോഷ്യൽ കേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്. ഈ ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്ന ആ ഒരു കേഴ്സിനെ എന്ത് ചെയ്യുക? അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ചു കൊണ്ടുവരിക. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഇമ്മീഡിയറ്റ് ഗോളായിട്ട് പറയുന്നത്. There are several types of drug abuse treatment programs. പല തരത്തിലാണ് എന്തുള്ളത്? ഡ്രഗ് അബ്യൂസ് ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാംസ് വരുന്നത്. ഷോർട്ട് ടേം മെത്തേഡ്സ് ലാസ്റ്റ് ലെസ് ദാൻ 6 months and residential therapy, medication therapy and drug-free outpatient therapy. Long-term treatment may include, for example, methadone maintenance, outpatient treatment for opiate addicts and residential therapeutic communication treatment. അപ്പോൾ എന്താണ്? ഈ ട്രീറ്റ്മെൻറ്റ് തന്നെ ഷോർട്ട് ടേം ആയിട്ടും വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് ലോങ്ങർ ടേം ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും വരുന്നുണ്ട് എന്നാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. അപ്പോൾ ഇനി ഇതിനെ വെച്ചിട്ട് തന്നേക്കുന്ന സെൻറ്റൻസ് ട്രൂ ആണോ ഫാൾസ് ആണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം. ദ ഫൈനൽ പർപ്പസ് ഓഫ് ഡ്രഗ് abuse treatment is to enable patients to give up
ഡ്രഗ്സ് ഫോർ എവർ. എന്താണ്? എനേബിൾ ചെയ്യുക, പേഷ്യൻസിനെ കൊണ്ട് എന്ത് ചെയ്യുക, ഈ ഡ്രഗ്സ് എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കാൻ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഡ്രഗ് അബ്യൂസ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഫൈനൽ എയിം അല്ലെങ്കിൽ പേർപ്പസ് എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം അല്ലേ, അതൊരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ദ പാസേജ് ബിലീവ്സ് ദാറ്റ് ഡ്രഗ് അബ്യൂസ് ട്രീറ്റ്മെൻറ്റ് ഈസ് എഫക്റ്റീവ്. ഈ പാസേജിൽ പറയുന്ന പ്രകാരം ഡ്രഗ് അബ്യൂസ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എഫക്റ്റീവ് ആണ്. അത് നമുക്കറിയാലോ, ട്രൂ ആയിട്ടുള്ള കാര്യമാണ്. അടുത്തത്, ഡ്രഗ് അബ്യൂസ് ഈസ് അക്സെപ്റ്റഡ് ഇൻ സൊസൈറ്റി. ഈ ഡ്രഗ് അബ്യൂസ് എന്നുള്ള കാര്യം സൊസൈറ്റിയിൽ അക്സെപ്റ്റഡ് ആണ്. അതെന്താണ്? ഫാൾസ് ആണ് അല്ലേ. അപ്പോൾ ഇതാണ് ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ഓരോ സെൻറ്റൻസും ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് എഴുതി കൊടുത്താൽ മാത്രം മതി, നമുക്ക് എന്താണ് ഓരോരോ മാർക്ക് വെച്ച് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് വീണ്ടും ടെക്സ്റ്റിൽ നിന്ന് തന്നെ നമ്മൾ പഠിച്ച ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. മാച്ച് ദ ഫോളോയിങ് ആണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേട്ടോ. ചാപ്റ്റർ വന്നത് ഇഫ് ഐ വേർ യു എന്ന് പറയുന്ന ചാപ്റ്ററാണ്. മാച്ച് ദ കോളംസ് റെഫറൻസ് ടു ഇഫ് ഐ വേർ യു. അപ്പം എന്താണ്, രണ്ട് സെറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എ കോളത്തിൽ 1 2 3 4 എന്ന് പറഞ്ഞ നമ്പർ ഇട്ടിട്ട് 4 വേർഡ്സും, ബി കോളത്തിൽ ABCD എന്ന് പറഞ്ഞിട്ട് 4 പോയിന്റ്സും ആണ് കൊടുത്തിട്ടുള്ളത്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, മാച്ച് ചെയ്യണം. അപ്പോൾ ഇഫ് ഐ വേർ യു നമുക്കറിയാലോ എന്തായിരുന്നു, ഒരു പ്ലേ ആയിരുന്നു അല്ലേ. ജെറാർഡും ഒരു ഇൻട്രൂഡറും മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്ന ഒരു പ്ലേ ആണ് ഇഫ് ഐ വേർ യു എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, ഇവിടെ തന്നേക്കുന്നത് ആദ്യത്തെ വേർഡ് ജെറാർഡ് എന്നുള്ള ആളാണ്. അപ്പോൾ ആൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ് അല്ലെങ്കിൽ ആളെക്കുറിച്ച് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഏതാ നമ്മൾ കണ്ടെത്തണം. ജെറാർഡ് എന്താണ്, ക്രിമിനൽ പ്ലാൻസ് ടു സ്റ്റീൽ ഹിസ് ഐഡൻറ്റിറ്റി അല്ല. ദ പ്രൊട്ടഗോണിസ്റ്റ് ഹൂ യൂസസ് വിറ്റ്, അതാണ് ജെറാർഡിന് ഏറ്റവും മാച്ചാവുന്നത്. ദ പ്രൊട്ടഗോണിസ്റ്റ്, നമ്മുടെ സ്റ്റോറിയിലെ ഹീറോ ആണ് ജെറാർഡ് എന്ന് പറയുന്നത്. ഹൂ യൂസസ് വിറ്റ്, ആളാണ് എന്ത്, വിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ബുദ്ധി അല്ലേ. ആളാണ് ബുദ്ധി യൂസ് ചെയ്തിട്ട് ഈ സിറ്റുവേഷൻ നൈസായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ജെറാർഡ് എന്നുള്ളത് ഈ വണ്ണിനെ നമ്മൾ കറക്റ്റായിട്ട് മാച്ച് ചെയ്യേണ്ടത് ഡിയിലേക്കാണ്. ജെറാർഡ് ഇസ് എ പ്രൊട്ടഗോണിസ്റ്റ് ഹൂ യൂസസ് വിറ്റ്. then അടുത്തത് ഇൻട്രൂഡറെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇൻട്രൂഡറെ കുറിച്ച് എന്താണ്, ഇൻട്രൂഡർ ഇതിനകത്ത് വില്ലൻ ക്യാരക്ടറാണ്. ക്രിമിനൽ പ്ലാൻസ് ടു സ്റ്റീൽ ഹിസ് ഐഡൻറ്റിറ്റി അല്ലേ. ഇൻട്രൂഡർ എന്ന് പറയുന്നത് ഒരു ക്രിമിനലാണ്. ജെറാർഡിൻ്റെ ഐഡൻറ്റിറ്റി എന്താണ് കവർന്നെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ള പേഴ്സൺ ആണ് ദിസ് ഇൻട്രൂഡർ എന്ന് പറയുന്നത്. then അടുത്ത പോയിന്റ്, ക്ലൈമാക്സ് ഓഫ് ദ പ്ലേ. ക്ലൈമാക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, അവസാന സീൻ അല്ലേ. എന്താണ് ഇതിൻ്റെ അവസാനത്തെ സീൻ, എന്താണ്, ലോക്ക്ഡ് ഇൻ എ കബോർഡ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ജെറാർഡ് എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിൻ്റെ വിറ്റ് യൂസ് ചെയ്തിട്ട് എന്താണ് നമ്മുടെ ഇൻട്രൂഡറെ എന്ത് ചെയ്യാണ്, ഒരു കബോർഡിൽ ലോക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ക്ലൈമാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നേരെ ഇങ്ങോട്ടാണ് മാച്ച് ചെയ്യേണ്ടത്. then സെറ്റിംഗ് ഓഫ് ദ പ്ലേ. സെറ്റിംഗ് എന്ന് പറയുമ്പോൾ ഏത് ലൊക്കേഷനിലാണ്, എവിടെയാണ് ഈ കളി നടക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു പ്ലേ നടക്കുന്നത് എന്നാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ്, ജെറാർഡ്സ് കോട്ടേജ്. ജെറാർഡിൻ്റെ കോട്ടേജിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു രംഗം അല്ലെങ്കിൽ ഈ ഒരു ഡ്രാമ അരങ്ങേറുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ആൾട്ടർനേറ്റീവ്സ്. വീണ്ടും എന്താണ് ഓപ്ഷൻസ് വരുന്ന ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ഫാദർ വാണ്ട് ഫോർ ഹിസ് സൺ. എന്താണ്, വാട്ട് ഡസ് ദ ഫാദർ വാണ്ട് ഫോർ ഹിസ് സൺ. ഇവിടെ നമുക്ക് ചാപ്റ്റർ ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് ചാപ്റ്റർ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. വാട്ട് ഡസ് ദ ഫാദർ വാണ്ട് ഫോർ ഹിസ് സൺ. ഇവിടെ ഒരു പക്ഷേ എന്താണ്, ഇവിടെ മൈ സൺ വിൽ നോട്ട് എ ബെഗർ ബി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. വാട്ട് ഡസ് ദ ഫാദർ, അച്ഛൻ മകൻ എങ്ങനെയാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്, മകൻ്റെ ലൈഫ് എങ്ങനെയാവണം എന്നാണ് അച്ഛൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. എ ലൈഫ് ഓഫ് വെൽത്ത്, എ ലൈഫ് ഓഫ് ഇൻഡിപെൻഡൻസ്, എ ലൈഫ് ഓഫ് ലക്ഷറി, എ ലൈഫ് ഓഫ് ഹാർഡ്ഷിപ്പ്. വെൽത്ത് എന്ന് പറയുമ്പോൾ എന്താണ്, കുറേ സമ്പാദ്യങ്ങൾ ഉണ്ടാവുന്ന ഒരു ജീവിതമാണോ, അല്ലെങ്കിൽ സ്വതന്ത്രനായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ലൈഫാണോ, അല്ലെങ്കിൽ ആർഭാടപൂർണ്ണമായിട്ടുള്ള ഒരു ലൈഫാണോ, അതുമല്ലെങ്കിലോ എ ലൈഫ് ഓഫ് ഹാർഡ്ഷിപ്പ്, കഷ്ടതകൾ നിറഞ്ഞൊരു ലൈഫ്. ഇതിൽ ഏത് ലൈഫ് മകന് വേണമെന്നാണ് മൈ സൺ വിൽ നോട്ട് എ ബെഗർ ബി എന്ന് പറയുന്ന ചാപ്റ്ററിൽ അദ്ദേഹം ആഗ്രഹിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം അവിടെ നമ്മുടെ പ്രൊട്ടഗോണിസ്റ്റ് അല്ലെങ്കിൽ എന്താണ് എന്താണ് ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ ഫാദർ ആഗ്രഹിക്കുന്ന എന്താണ്, എ ലൈഫ് ഓഫ് ഇൻഡിപെൻഡൻസ്, സ്വതന്ത്രനായിട്ട് മകൻ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ജീവിക്കണം എന്നാണ് അവിടെ ഫാദർ ആഗ്രഹിക്കുന്നത്. Then next question, what happens to Baldio in the tunnel? ഒരു ടണൽ അല്ലേ,
ടൈഗർ കംസ് ടു ടണൽ എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇവിടെ വരുന്നത്. അതിനകത്ത് ആ ടണലിനകത്ത് ബാൽഡിയോയ്ക്ക് എന്താണ് പറ്റുന്നത്? ഹി ഡിസ്കവേഴ്സ് ട്രഷർ, ആളൊരു ട്രഷർ കണ്ടെത്തുന്നു, അല്ലെങ്കിൽ എന്താണ്, ഹി ഈസ് അറ്റാക്ഡ് ബൈ ദ ടൈഗർ, ഹി സേവ്സ് ടെമ്പു, ഹി എസ്കേപ്സ് അൺസ്കാച്ച്. എന്താണ്? അപ്പോൾ നമുക്ക് കഥ ഒരു തവണ കേട്ടാൽ തന്നെ മതിയില്ല ഇതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട്. ആ ഒരു ടണലിൽ വെച്ചിട്ട് എന്താണ് സംഭവിക്കുന്നത്? ഹീ ഈസ് അറ്റാക്ഡ് ബൈ ദ ടൈഗർ. ആ ഒരു ടണലിൽ വെച്ചിട്ടാണ് നമ്മുടെ ബാൽഡിയോനെ ടൈഗർ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സെക്ഷനിൽ നിന്ന്, അതായത് പാർട്ട് എയിലെ സെക്ഷൻ എ, അതായത് പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് വരുന്നത്. ഇനി അടുത്ത സെക്ഷൻ ബിയിൽ നമുക്ക് നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.